ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമുക്ക് നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, താൻ അഭിനയിച്ചതായിരുന്നു, തനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നാളെ കാണിക്കാൻ പോണത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാം അഭിനയമായിരുന്നല്ലേ, നിങ്ങൾ സുഖമില്ലാതെ പോലെ തലകറങ്ങി വീണതും ഷുഗർ ലെവൽ കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് എല്ലാം അഭിനയമായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതെ, എല്ലാം അഭിനയമായിരുന്നു, നിന്നൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി, നീ കാരണമാണ് എനിക്ക് അങ്ങനത്തെ ഒരു അപകടം വരാന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ വല്ലാതെ ടെൻഷൻ ആവുമല്ലോ, നിനക്കൊരു കുറ്റബോധം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നില്ലേ, അത് കാണാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അഭിനയിച്ചതാണ് എന്നൊക്കെ പറയാണ്. ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി ഇവരുടെ കഥകിന്റെ മുമ്പിൽ നിന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി അശ്വിനോട് മാറ്റി നിർത്തി പറയുന്നുണ്ട്, കുഞ്ഞ, നീ ഇന്നലെ കാണിച്ചതൊന്നും അഭിനയമല്ല, നിനക്ക് ശരിക്കും വയ്യാതെയായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രുതി വിഷമിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് നീ അത് അഭിനയം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും ഒരു കുറ്റബോധം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവള് കാരണമാണല്ലോ നിനക്ക് ഷുഗർ ലെവൽ കുറഞ്ഞ് നീ തലകറങ്ങി വീണെന്ന്. ആ കുറ്റബോധവും ആ ഒരു വിഷമവും അവളുടെ ഉള്ളിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നിനക്ക് എന്തുമാത്രം ഇഷ്ടമാണ് കുഞ്ഞവളെ, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവളോട് വഴക്ക് പിടിക്കുമ്പോഴും അവൾ എപ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അവളെ എപ്പോഴും പുറത്താക്കുമ്പോഴും ഒക്കെ നിന്റെ മനസ്സിൽ അവളെ കുറിച്ചുള്ള ഇഷ്ടവും പ്രണയവും മാത്രമേ ഉള്ളൂ. നീ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ് കുഞ്ഞ. കാരണം എന്താണെന്നറിയാമോ, അവൾക്ക് നിന്നോടും ഒരുപാട് സ്നേഹമുണ്ട്, നിനക്ക് അവളോടും ഉണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമുള്ളൂ നിങ്ങളുടെ കുഴപ്പം എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിയാണ്, എനിക്ക് അവളോട് ശരിക്കും യഥാർത്ഥ പ്രണയമുണ്ട്, അതുകൊണ്ടിട്ടാണല്ലോ ഇനി അവളെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു വലിയൊരു കള്ളം പറഞ്ഞത് എന്ന് അശ്വിന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിന്റെ പേഴ്സിന്റെ ആ ഒരു കീ എടുത്തിട്ട് നമ്മുടെ ശ്യാം ആണെങ്കിൽ സോപ്പിൽ പതിപ്പിച്ചതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാൻ വേണ്ടി പോയിരിക്കാട്ടോ. അശ്വിൻ രാവിലെ കീ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കബോർഡിന്റെ കീ അല്ല, കാറിന്റെ കീ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ആ സമയത്ത് അശ്വിൻ അടുത്തേക്ക് ശ്രുതി വരുവാണ്. ശ്രുതി അശ്വിന് കീ കൊടുക്കുന്നുണ്ട്. അതാണ് ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഭാഗം കാണിക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഒരു കർച്ചീഫും കൊടുക്കുകയാണ്. കർച്ചീഫ് കൊടുക്കുമ്പോൾ ഒരു ഉമ്മ കയ്യിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ അങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഭാഗം ഇല്ല കേട്ടോ. ഇതിലെന്തായാലും എക്സ്ട്രാ ആയിട്ട് ഉമ്മയെ കൂടി കൊടുക്കുന്നുണ്ട്. അശ്വിൻ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓഫീസിലെത്തി അശ്വിൻ ഇങ്ങനെ മീറ്റിംഗ് എടുത്തോണ്ടിരിക്കുകയായിരിക്കോട്ടോ. അത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അശ്വിന് വല്ലാത്തൊരു ജലദോഷവും ഒരു തുമ്മലൊക്കെ വരുവാട്ടോ. അശ്വിൻ ആ കർച്ചീഫ് പോക്കറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം തുമ്മി അതുപോലെ തന്നെ ചുമച്ചിട്ടൊക്കെ കർച്ചീഫ് മേശപ്പുറത്തേക്ക് വെക്കുവാണ്. അപ്പൊ സ്റ്റാഫ് എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി ചിരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വീണ്ടും ചിരിക്കാട്ടോ. നിങ്ങളുടെ തന്നെ ചോദിച്ചത് എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേന്ന് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട്, അത് സാറിന്റെ കർച്ചീഫ് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ എട്ടിപ്പോകാണ്. ആ കർച്ചീഫിൽ ശ്രുതി ഉമ്മ വെച്ച പാടുണ്ട് കേട്ടോ, അതായത് ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു പാട് അങ്ങനെ തന്നെ ആ കർച്ചീഫിലുണ്ട്. അത് കണ്ടിട്ടാണ് സ്റ്റാഫുകളെല്ലാം ചിരിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ അശ്വിൻ പറഞ്ഞു, മതി, നിർത്തി ഇന്നത്തെ മീറ്റിംഗ്, എല്ലാവരും പോയി പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അശ്വിൻ പോവുകയാണ്. ശേഷം ശ്രുതിനെ ഫോൺ വിളിക്കാട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാ നീ കാണിച്ചത്, നീ എന്തിനാ കർച്ചീഫിൽ നിന്റെ ലിപ്സ്റ്റിക് ഇട്ട ഉമ്മ വെച്ച് പാട് വെച്ചതെന്ന് പറയുമ്പോൾ, അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്കത് ഫലിച്ചു അല്ലേ, നിങ്ങൾക്ക് എന്നെ ഓർമ്മ വന്നപ്പോൾ അതെടുത്ത് നോക്കിയല്ലേ, സ്റ്റുപ്പിഡ്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിനെ അമ്മ വിളിക്കുവാണ്. അങ്ങനെ അമ്മ വിളിച്ചിട്ട് ശ്രുതിയത്ത് പറയുന്നുണ്ട്, മോളെ ശ്രുതി, എനിക്ക് എപ്പോഴും നിന്റെയും പ്രീതിയുടെയും വിചാരം മാത്രമേ ഉള്ളൂ. എന്തോ നിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ പോലെ തോന്നുന്നു, നിന്നെ കാണാൻ തോന്നുന്നുണ്ട്, അവിടെ വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. മനോരമയുടെ വാലിലിരിക്കുന്ന വർത്തമാനം കേൾക്കണ്ടല്ലോ, മോള് ഇതുവരെയായിട്ടും അശ്വിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പ്രീതിയാണെങ്കിൽ ആകാശിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വിരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നീയും അശ്വിനും ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യാവോ, സമയം കിട്ടുമ്പോൾ ഒന്നിവിടെ വരെ വരാവോ എന്ന് ചോദിക്കാണ്. അതിനെന്താ അമ്മേ, ഞാൻ ദേ അശ്വിൻ സാറിനെയും കൂട്ടിക്കൊണ്ട് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വരും. സത്യമാണോ, ഇന്ന് നീ ഇങ്ങോട്ട് വരുമോ? പിന്നെ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാട്ടോ ശ്രുതി. അതിനുശേഷം മുത്തശ്ശിയെടുത്തും അഞ്ജലി ചേച്ചിയെടുത്തൊക്കെ പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, അശ്വിൻ സാറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ലല്ലോ, അമ്മക്കും അമ്മായിക്കും അച്ഛനേക്ക് അത് വല്ലാത്ത വിഷമമാണെന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ, ഇന്ന് തന്നെ നിങ്ങൾ പൊയ്ക്കോ, നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ ശ്രുതി എന്ന് പറയണം. അങ്ങനെ അശ്വിൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ അശ്വിന് കാണുന്നത് ഒരു വലിയ ബാഗാണ് കേട്ടോ. ഇതാരാ ഈ ബാഗ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചിരിക്കുന്നതാ, ബാഗ് എടുത്തിട്ട് നീ എവിടേക്ക് പോകാൻ പോവാ എന്ന് അശ്വിൻ ചോദിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോവാ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്ക്. നീ എന്താ പൊട്ടത്തരം പറയാണോ? ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മാസം കഴിയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ലെന്ന്. അതിന് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്നിനെ പോകുവാണ്, കൂടെ നിങ്ങളുണ്ട്. ഞാനൊന്നും വരത്തില്ല, നീ ആർത്ത് വെച്ചിട്ടാ ഞാൻ വരുമെന്ന് പറഞ്ഞത്, ഞാൻ വരേയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് കുഞ്ഞിനെ പോയിക്കൂടാ, കുഞ്ഞിനും ശ്രുതിയുടെ കൂടെ പോകണം, നിങ്ങൾ
നിങ്ങൾ ഇതുവരെ വിരുന്നിനൊന്നും അവിടെ പോയിട്ടില്ലല്ലോ. നിങ്ങൾ എന്തായാലും വിരുന്നിനെ പോണം. പിന്നെ അത് നിങ്ങൾക്കൊരു റിലീഫ് ആയിരിക്കും. ശ്രുതിയും എപ്പോഴും ഇവിടെ തന്നെയാ. നീ എപ്പോഴും ഓഫീസ് വീട് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നീയും കൂടി പോകുഞ്ഞ എന്ന് പറയുന്നത് നിനക്കത് ഒരു ആശ്വാസമായിരിക്കും അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ശരി മുത്തശ്ശി, എന്നാൽ ഞാൻ ഇന്ന് പോണില്ല, നാളെ പോവാം. ശരി, എന്നാൽ നാളെ പോയിക്കോ. പോകുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്ത്, ഒരാഴ്ചയോ? ഇല്ലില്ല, നാളെ പോയിട്ട് നാളെ രാത്രി തന്നെ തിരിച്ചു വരൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരാഴ്ച അവിടെ നിന്നിട്ട് വന്നാൽ മതി. എന്താ മുത്തശ്ശി ഇത്? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നാളെ എന്തായാലും നിങ്ങൾ പോണം. രാമേട്ട, അത് നാളെ അവരുടെ ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെക്കണം കേട്ടോ. ഓക്കെ, ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അവിടെ നിന്ന് പോവാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി അങ്ങനെ അമ്മേനെ വിളിച്ചു പറയേണ്ടത്, അമ്മേ ദേ നാളെ രാവിലെ തന്നെ ഞാനും അശ്വിൻ സാറും അങ്ങോട്ടേക്ക് എത്തും കേട്ടോ. സത്യമാണോ മോളി പറയണത്? അതേമേ സത്യമാണ്. അശ്വിൻ സാർ സമ്മതിച്ചു ഇവിടെ വരാന്ന്. പിന്നെ സമ്മതിക്കാതെ ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറയോ? പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് ഞാനും കൂടി സഹായിച്ചിട്ട് പാചകമൊക്കെ ചെയ്യാം. ശരി മോളെ. സന്തോഷം. ഞാൻ ഈ സന്തോഷം അമ്മായിടത്തും അച്ഛനോടൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഫോൺ വെക്കുവാണ്. ശേഷം അമ്മായിടത്തും അച്ഛനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ്, നാളെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിൻ സാറും വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടോ. അമ്മായി അപ്പൊ തന്നെ അശ്വിനും വരികയല്ലേ. അവിടെ ഒരു പഴയ കൂളർ ഉണ്ട്. ആ കൂളർ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് ഒക്കെ ശരിയാണോ നോക്കണം. പക്ഷെ അത് വർക്കൊന്നും ആവണില്ല കേട്ടോ. അമ്മായി പറയുന്നുണ്ട്, ഈശ്വര, അശ്വിൻ സാർ ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നത്, ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ. ഈ കൂളർ ആണെങ്കിൽ വർക്കും ആവണില്ല. ഒരു ടേബിൾ ഫാൻ ഉള്ളതാണെങ്കിൽ വിരലിട്ട് കറക്കിയാൽ മാത്രമേ കറങ്ങുള്ളൂ. എന്തൊരു അവസ്ഥയാണിത്. അവര് വന്ന് നിറഞ്ഞപ്പോ തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനായി. സത്യം പറയാലോ എടത്തി, എനിക്ക് ശ്രുതിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവള് വന്ന് എനിക്ക് വല്ലാത്ത തലവേദനയാണ്. എന്തൊരു പേടിയൊക്കെയാണ്. പക്ഷെ അവളെ എനിക്ക് കാണാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അച്ഛനും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അമ്മായി പറയുന്നുണ്ട്, കണ്ടു എടത്തി, ഏട്ടന്റെ മുഖം ഭയങ്കര സന്തോഷമാണ്. ഇളയ മോള് വരുന്നതിന്റെ സന്തോഷമാണ്. ഭർത്താവായിട്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ. എന്തൊക്കെ പറഞ്ഞു, ശ്രുതി ഭയങ്കര ഭാഗ്യവതി തന്നെയാണ്. അവളുടെ കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നതുണ്ടെങ്കിലും അവള് സുഖമായിട്ടല്ലേ ജീവിക്കണത്. ചേച്ചി അനിയത്തിയും ഒരേ വീട്ടിലല്ലേ. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്നത് നന്നായി. പിന്നെ അവിടെ ആകെ കുഴപ്പക്കാരി എന്നുള്ളത് ആ മനോരമയും ശ്യാമും മാത്രമാണ്. ബാക്കി എല്ലാവരും കുഴപ്പമൊന്നുമില്ല. എന്തിനാ, അശ്വിൻ സാർ വരെ ഒരു കുഴപ്പമില്ല. കുറച്ച് മുൻശുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. അശ്വിൻ സാറും പാവമാണ്. കണ്ടില്ലേ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമോ? അവർ ഇത്ര പല പണക്കാരാണ്. ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വേണ്ടി വരുമോ എടുത്തി? അത് പറഞ്ഞത് ശരിയാണ് രാധേ. അശ്വിൻ സാറും വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ദേ പിള്ളേർ ഇപ്പം കൂടെ എത്തും കേട്ടോ. എല്ലാം റെഡിയാക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയല്ലേ രാധേ? എല്ലാം റെഡിയാണ്. ഉച്ചക്കത്തേക്ക് അശ്വിൻ സാറിന് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് അവൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട്. എടുത്ത് ഇങ്ങനെ ടെൻഷൻ ആവില്ലേ. എല്ലാം നമുക്ക് ചെയ്യാം എന്ന് പറയണം. അങ്ങനെ അവർ ഭയങ്കര ആഘോഷം പോലെ ആഘോഷിക്കാൻ പോവാട്ടോ. ശരിക്കും അടുത്ത ആഴ്ച ഭയങ്കര സൂപ്പർ ആട്ടോ. മറ്റേ ശ്രുതിയുടെ ആത്മഹത്യാ സീനൊക്കെ ഉണ്ടല്ലോ, ഡ്രാമ, അതൊക്കെ അടുത്ത ആഴ്ചയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇവര് വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാവോ ആ എപ്പിസോഡൊക്കെ കാണാനായിട്ട് ഹിന്ദിയിൽ. അപ്പൊ അടുത്ത ആഴ്ച അടിപൊളിയായിരിക്കും. അപ്പൊ നാളെ രാത്രിയോട് കൂടിയിട്ടായിരിക്കും അവർ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. തിങ്കളാഴ്ച ആയിരിക്കും ഈ ഭാഗങ്ങളൊക്കെ കാണിക്കാനായിട്ടോ. അവർ വീട്ടിലേക്ക് വരാൻ പോകുന്ന ഭാഗങ്ങളും അമ്മയുടെയും ഭാഗങ്ങളൊക്കെ തിങ്കളാഴ്ച ആയിരിക്കും. എന്തായാലും സൂപ്പർ എപ്പിസോഡ്സ് ആണ്. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.